നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, വീണ്ടും ഒരു കർഷക സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ വീണ്ടും കർഷകർ സമരം ഇരിക്കുന്നു. എന്തായാലും പഞ്ചാബ് പോലീസ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇതിന് പുറകിൽ കോൺഗ്രസിന്റെ ഒരു പങ്കൊക്കെ സംശയിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ അതോ കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണോ? നമുക്ക് എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, കർഷകരുടെ ആവശ്യം ന്യായമാണോ എന്ന് ചോദിച്ചാൽ, ആദ്യം അവർ സമരം ചെയ്യുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും സമരം ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്ന കുറച്ച് കാർഷിക നിയമങ്ങൾക്ക് എതിരായിട്ടാണ്. അപ്പോൾ ആ കാർഷിക നിയമങ്ങൾ ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ അത് കർഷകരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും, അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവില്ല എന്നൊക്കെ അന്നുണ്ടായിരുന്ന കാർഷിക നിയമങ്ങൾ, ആ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന നിയമങ്ങളെ മുഴുവനും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെന്ന് സമരത്തിന് പോയത്. അപ്പോൾ അവരുടെ ആ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ആ സമയത്ത് പഞ്ചാബിൽ ഉൾപ്പെടെയുള്ള ഇലക്ഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ രാജ്യവ്യാപകമായിട്ട് ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി പോലും ഒരുപക്ഷെ അതിനെ നേരിടുന്നതിന് ബുദ്ധിമുട്ടാണ് എന്നത് മനസ്സിലാക്കിയ സമയത്ത് പെട്ടെന്ന് ഈ നിയമങ്ങളെല്ലാം തന്നെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷവും ഈ കർഷകരുമായിട്ട് പല റൗണ്ടുകൾ ചർച്ചകൾ ഇങ്ങനെ തുടർന്ന് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, വീണ്ടും BJP അധികാരത്തിൽ വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കാർഷിക മന്ത്രി മാറി പുതിയ മന്ത്രി വരുന്നു. പക്ഷേ ആ സമയത്തും ആ ചർച്ചകൾ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ കൂടി ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർ ചർച്ച എന്ന് പറയുന്നത് ഇനി മെയ് മാസം ആദ്യ വാരത്തിലാണ്. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, ഇപ്പോൾ ഡിമാൻഡ് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസാണ്. മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് കിട്ടുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ലീഗലായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ വേരിയേഷൻ വരുത്തുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണത്താൽ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉപയോഗമില്ലാതെ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കർഷകർക്ക് കൂടുതൽ ലാഭം ഏതെങ്കിലും ഒരു പ്രത്യേക കാർഷിക വിളയാണ് എങ്കിൽ അതിൻ്റെ ലഭ്യതയോ അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം യൂസ് ഉണ്ട്, അതിൻ്റെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും പരിഗണിക്കാതെ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള ഒരു വില, ഉയർന്ന വില അതിന് കിട്ടും എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ നിരന്തരമായിട്ട് അതേ വിള തന്നെ കർഷകർ കൃഷി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു ഒപ്റ്റിമം ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഈ MSP വേരി ചെയ്യുന്നത്. ഇപ്പോൾ കർഷകർ പറയുന്നതനുസരിച്ചിട്ടല്ല, അത് നിയമപരമായിട്ട് വേണമെന്നാണ്. കേന്ദ്ര സർക്കാരിനോട് അതിന് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ അത് അല്ലാതെ അവർ ഉന്നയിക്കുന്ന മറ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ കടമെടുത്തിട്ടുണ്ട്. ആ കടം വലിയൊരളവ് വരെ എഴുതി തള്ളുക എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതിക്ക് ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇളവുകൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷിക്കുള്ള പവർ താരിഫ് ഒന്നുകിൽ അത് ഒഴിവാക്കുക, അതല്ല എങ്കിൽ നിലവിലുള്ളതിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡിമാൻഡ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതേപോലെ തന്നെയുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ ഒന്ന് രാഷ്ട്രീയമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ലഖിംപൂർ ഖേരിയിൽ ഉണ്ടായിരുന്ന ഒരു അപകടമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൾപ്രിറ്റ്സ് ആരൊക്കെയാണ് എന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം അവർക്കുണ്ട്. പിന്നെ പഴയ ലാൻഡ് അക്വിസിഷൻ നിയമം പുനഃസ്ഥാപിക്കണം, 2013 നിയമം പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ നെഗോസിയേഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായേക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മിനിമം സപ്പോർട്ട് പ്രൈസിന് ലീഗാലിറ്റി നൽകുക, ലീഗലായിട്ടുള്ളതിന് ഒരു പിന്തുണ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ന്യായമല്ല എന്ന് ഞാൻ കരുതുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സുസ്ഥിരതത്വം എത്രത്തോളം വേണം എന്നതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ലീഗലായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോമിസ് അല്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സപ്ലൈ ഉണ്ടാകേണ്ടത്. അപ്പോൾ പ്രൊഡ്യൂസ് കൂടുതലായിട്ട് വരികയാണ്, ഏതെങ്കിലും ഒരു ഫാം പ്രൊഡ്യൂസ് കൂടുതലായിട്ട് വരികയും അത് കൃത്യമായ രീതിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുകയും ഉയർന്ന വില കൊടുത്ത് അതിനെ സർക്കാർ സംഭരിക്കണമെന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലഭ്യത, സ്റ്റോക്ക് ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് സർക്കാർ ചിലപ്പോൾ അതിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒന്ന് താഴ്ത്തിയതിന് ശേഷം മറ്റേതെങ്കിലും ഒരു വിളയുടേത് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പല ഗുണങ്ങളുണ്ട്. അതായത് ഒരേ ഭൂമിയിൽ തന്നെ ഒരേ വിള തന്നെ കൃഷി ചെയ്യണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യണോ, ഭൂമിക്ക് നല്ലതേതാണ്, കർഷകർക്ക് നല്ലതേതാണ്, ഈ വിളകളുടെ വൈവിധ്യീകരണം എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമ്മൾ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചർച്ച നീണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിന് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ചർച്ചയിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് അത് പ്രതിനിധീകരിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. പിന്നെ കർഷകരെ പ്രതിനിധീകരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ആ ചർച്ച പോസിറ്റീവ് ആണെന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായമാണ്
ഈ രണ്ട് കൂട്ടരും പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇനി മെയ് മാസത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും രീതിയിലത്തേക്ക് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണോ ഈ ആവശ്യങ്ങളെന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ കരുതുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ലഖിംപൂർ ഖേരി പോലെയുള്ള കാര്യങ്ങൾ പറയാം, പക്ഷേ അത് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് നിയമപരമായിട്ട് തന്നെയാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം ആം ആദ്മി പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ്. അതായത് ആം ആദ്മി പാർട്ടി നേരത്തെ ഈ സമരത്തിനെ ന്യായീകരിക്കുകയും കർഷകരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ പഞ്ചാബിലുള്ള ആം ആദ്മി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അവർക്ക് അധികാരവും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞത് ഈ പഞ്ചാബിൽ നിന്ന് നിങ്ങൾ സമരം ചെയ്യുകയേ വേണ്ട, വേണമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പൊക്കോളൂ എന്ന രീതിയിലത്തേക്കാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബ് പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഈ പഞ്ചാബ് ഹരിയാന ബോർഡറിൽ ഹരിയാന പോലീസ് അതിക്രമം കാണിക്കുന്നു എന്നായിരുന്നു കർഷകരുടെ പരാതി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പഞ്ചാബ് പോലീസും കൂടി ഇത് ചെയ്യുന്നുണ്ട്. രാകേഷ് ടിക്കായത്തിനെ പോലുള്ള നേതാക്കന്മാർ വന്നിട്ട് പരസ്യമായിട്ട് ബ്ലെയിം ചെയ്യുന്നത് പഞ്ചാബ് പോലീസിനെ മാത്രമല്ല പഞ്ചാബ് സർക്കാരിനെയും കൂടിയാണ്. അതായത് ആം ആദ്മി പാർട്ടി സർക്കാരിനെയാണ്. അതിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ജഗജിത് സിംഗ് ധലിവാളിനെ പോലെയുള്ള നേതാക്കന്മാർ, അതേപോലെ തന്നെ സർവൻ സിംഗ് പാന്തർ തുടങ്ങിയ നേതാക്കന്മാരെയൊക്കെ തന്നെ ഇവർ ഡീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഈ പോലീസ് ഡീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ പ്രതിഷേധക്കാരവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, അവർ ടെൻറ്റ് കെട്ടി അവിടെ താമസിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പഞ്ചാബ് സർക്കാർ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ഇടിച്ചു മാറ്റുകയാണ്. അപ്പോൾ നമ്മളത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സമരത്തിനോട് വളരെ അനുകൂലമായിട്ട് നിന്നിരുന്ന ഒരു പാർട്ടി 1-2 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ അധികാരവും പോയതിനു ശേഷവും അവർ പെട്ടെന്നൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അവരുടെ നയത്തിൽ വരുത്തുന്നു എന്ന് തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ബ്ലെയിം ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയും BJPയും ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടി ഗ്യാരണ്ടി ചെയ്തിരുന്നത് പഞ്ചാബിൽ കേന്ദ്രം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഞങ്ങൾ ഇതിൽ വിഭവങ്ങളൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഞങ്ങളത് നൽകും എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രോമിസ് ഇപ്പോഴും ഫുൾഫിൽഡ് അല്ലാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആൾക്കാർ ഈ ഒരു ഷിഫ്റ്റിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ BJPയുമായിട്ട് ആം ആദ്മി പാർട്ടി കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളും അങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കായികമായിട്ട് അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കുന്നതിന് പോലും പഞ്ചാബ് സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപക്ഷെ നൽകുന്ന ഒരു സന്ദേശം മൊത്തത്തിൽ ഈ കർഷക സമരം എന്ന് പറയുന്നത് ന്യായമാണോ, ന്യായീകരിക്കപ്പെടാവുന്നതാണോ, എന്ത് കാരണത്താലാണോ ഒരുപക്ഷെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാർ ഈ കർഷകരോടൊപ്പം നിൽക്കാത്തത് തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങളുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം നടക്കുന്നത് ഡൽഹിയിലാണ്. അവിടെയാണ് ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള, പ്രഹ്ലാദ് ജോഷിയെ പോലെയുള്ള, പീയൂഷ് ഗോയലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ ഈ ചർച്ചകളിലൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് ന്യായമായിട്ടുള്ള ചില ആവശ്യങ്ങളും തീരെ നടപ്പാക്കാൻ കഴിയാത്ത, രാജ്യത്തിന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷയോ തന്നെ ഇല്ലാതെയാക്കി മാറ്റുന്ന രീതിയിലത്തേക്കുള്ള ചില ഡിമാൻഡുകൾ പോലും കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് ഒരു കണക്കിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ MSP സംബന്ധിച്ച് അത് എന്തുകൊണ്ടാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വേരിയിങ് പ്രൈസിൻ്റെയും മറ്റ് കണക്കുകളും ഒക്കെ തന്നെ ഈ കർഷകർ തന്നെ അത് കൊളേറ്റ് ചെയ്തതിന് ശേഷം കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കാം, അതിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം, നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡിമാൻഡുകൾ ന്യായമാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ന്യായമാണ്, പക്ഷേ വലിയൊരു അളവ് വരെ അന്യായമായിട്ടുള്ള കുറേയധികം ഡിമാൻഡുകളുണ്ട്. രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായിട്ട് ഞാനതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിലപാടെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്താണ്. അപ്പോൾ ടോട്ടലി നിലവിൽ BJPക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള സാഹചര്യമല്ല അവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.